അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടി ബൊട്ടാണിക്കൽ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. 127ാമത് ഫ്ലവർ ഷോ കാണുന്നതിനായിട്ടാണ് ഞാനിന്ന് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ആണ് ടിക്കറ്റ് കൗണ്ടർ. രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. നല്ല റഷാണ് കേട്ടോ, നല്ല റഷാണ്. അതുപോലെ തന്നെ ടിക്കറ്റിന് അഡൾട്ടിനാകുന്നത് 125 രൂപയും കുട്ടികൾക്കാകുന്നത് 75 രൂപയാണ് ടിക്കറ്റിനാകുന്നത്. അപ്പോൾ ഇന്ന് 16 മുതലാണ് ഇവിടെ ഫ്ലവർ ഷോ തുടങ്ങിയിരിക്കുന്നത്. 25-ാം തീയതി വരെയാണ് ഫ്ലവർ ഷോ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴേ ഇതിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ കണ്ടുവരാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരിക്കുമെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതിനാൽ ഞാൻ ഓൺലൈനാണ് ടിക്കറ്റ് എടുത്തത്. 125 രൂപയായി നമുക്ക് ടിക്കറ്റിന് റേറ്റാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറിയാണ് അകത്തേക്ക്. കഴിഞ്ഞ പ്രാവശ്യം വ്യത്യസ്തമായ കുറച്ച് ആർച്ചുകളായിരുന്നു ഈ പ്രാവശ്യമെങ്കിൽ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല ക്രൗഡാണ്. ഇപ്പം ഒരേ കളറുള്ള മഞ്ഞ പൂക്കളാൽ ഉള്ള ആർച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാത്രിയിലൊക്കെ വരികയാണെങ്കിൽ നല്ലതായിട്ട് ലൈറ്റ് ഇട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിയേ, ഇവിടെ എല്ലാം ഫുള്ള് ലൈറ്റാണ്. അത്രയ്ക്കും മനോഹരമായ കാഴ്ച. ഇതുവഴിയാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ ഒരു ശിലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും പുഷ്പങ്ങളാലൊക്കെ അടിപൊളിയാക്കി അലങ്കരിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീരങ്കി അതിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്ന കാഴ്ച. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറിപ്പോകാം. പക്ഷെ നല്ല റഷാണ്. തിരുവള്ളൂരിൻ്റെ ശിലയാണ് ഈ കാണുന്നത്. തിരുവള്ളൂർ ആർച്ച്. സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സഞ്ചാരികളാണ് ഇന്ന് ഇവിടെ ഇത് കാണാനായിട്ട് എത്തുന്നത്. ചോള രാജ്യത്തിൻ്റെ കൊട്ടാര കവാടമാണ് നമ്മൾ ഈ കാണുന്നത്. വ്യത്യസ്തങ്ങളായ ഒരുപാട് പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അത് റോസാപ്പൂക്കളും എല്ലാം ഉണ്ട്. ഇതാണ് എൻട്രൻസ് വരുന്നത്. നമ്മൾ കയറി വരുമ്പം തന്നെ 127ാമത് ഫ്ലവർ ഷോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതും എല്ലാം ഒറിജിനൽ പൂക്കളാണ് കേട്ടോ. ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒറിജിനൽ പൂക്കളാണ്, ഒറിജിനൽ പൂക്കളാണ്. ഇതേ അവിടെ ചോള രാജാക്കന്മാരുടെ കൊട്ടാരത്തിൻ്റെ മാതൃകയാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ടില്ലേ? ചോള രാജാക്കന്മാരുടെ കൊട്ടാരത്തിൻ്റെ മാതൃക പുഷ്പങ്ങളാൽ, എല്ലാം പുഷ്പങ്ങളാണ് കേട്ടോ. ലക്ഷക്കണക്കിന് പൂക്കളാൽ ചെയ്തു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോക്കിക്കേ, ഇതൊക്കെ കണ്ട് ഇവിടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ധാരാളം ആൾക്കാരാണ് ഇന്ന് ഇവിടെ എത്തുന്നത്. ഇതാണ് രാജ ചോളൻ. ആണോ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരമാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിംഹാസനമാണ് ഇരിക്കുന്നത്. സോറി, ചോളല്ല കേട്ടോ, ചോള രാജാവിൻ്റെ ഭടനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിംഹാസനമാണ്. ഇതും എല്ലാം പൂക്കളാൽ അലങ്കൃതമാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ നോക്കി, ഫുള്ള് നല്ല അത്യാവശ്യം നല്ല റഷാണ് കണ്ടോ. നല്ല ആൾക്കാരാണ്. നല്ല ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മലയാളീസാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കൊട്ടാരത്തിലെ ആന, അവിടെ നിന്ന് പോയി ആനയൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും ഫോട്ടോ സെൽഫിയൊക്കെ എടുക്കണം. 2 ഭടന്മാർ, അതിനപ്പുറത്ത് രാജകൊട്ടാരത്തിലെ വെളുത്ത ആന. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചെടികൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ളതുമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ചോള രാജാക്കന്മാരുടെ കൊട്ടാരത്തിൻ്റെ മാതൃകയാണ് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫുള്ള് പൂവാണ് കേട്ടോ. വ്യത്യസ്തങ്ങളായ ധാരാളം പൂക്കളാണ് നമ്മളിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മുടെ തത്തമ്മച്ചുണ്ടൻ പൂവിൻ്റെ ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഓർക്കിഡുകളും പലതരത്തിൽ ഉള്ള പൂക്കൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ പലതിൻ്റെയും പേര് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും അവയെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വിധം അത് വ്യത്യസ്തമാണ്. നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ ജനലക്ഷങ്ങളാണ് വരുന്നത്. ഈ കാണുന്നത് ഡാലിയാണ് കേട്ടോ. അത്രക്കേറെ ഡാലി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൽവിയ എന്ന് പറയുന്ന പൂവില്ലേ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ സിന്നിയ, അങ്ങനെയുള്ള ഒത്തിരി ചെടികൾ അങ്ങനെ അങ്ങോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം തന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പണ്ടും ഇന്നും നമ്മൾ കാണുന്ന ഗ്ലാസ് ബംഗ്ലാവ് അല്ലേ.
അതുപോലെ തന്നെ നിലവിലെ ചുറ്റും ഒരുപാട് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം വ്യത്യസ്തങ്ങളായ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും പൂത്ത് നിൽക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതും ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ബംഗ്ലാവാണ്. അതും പണ്ട് മുതൽ കാലം മുതലേ നമ്മുടെ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിൽ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു തീവണ്ടിയായിരുന്നു, നീലഗിരി കുന്നിന് കീഴിൽ മുറിച്ചോടുന്ന തീവണ്ടി. ഈ പ്രാവശ്യമാണെങ്കിൽ പുഷ്പക രഥമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇച്ചിരി കൂടി നേരത്തെ വരേണ്ടിയായിരുന്നു. നല്ല റഷാണ് ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ സഞ്ചാരികളെ കൊണ്ട് നല്ല രീതിയിലുള്ള റഷസാണ് അനുഭവപ്പെടുന്നത്. ചോള രാജാവിൻ്റെ പുഷ്പകരഥമാണ് നമ്മൾ ഈ കാണുന്നത്. പുഷ്പരഥം, പുഷ്പം കൊണ്ടുണ്ടാക്കിയ രഥം, രാജ്ഞിയെ വഹിച്ചുകൊണ്ട് നിന്ന കാഴ്ച നല്ല രസമുണ്ടല്ലേ. ഇത് ലൈവ് പൂവാണ്, അതായത് ഒറിജിനൽ പൂക്കൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. നല്ല രസം. ഇത് കണ്ടോ, ഇത് നമ്മൾ പണ്ടും കണ്ട് ഇന്നും കണ്ടു പറഞ്ഞൊരു സംഗതിയാണ്. ഇത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാനായിട്ട് ഇവിടെ നല്ല റഷാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസം മുൻകൂട്ടി എടുത്ത് ടിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലായിടത്തും തന്നെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു ഈവനിങ്, ഒരു സന്ധ്യ, രാത്രിയിലൊക്കെ വരികയാണെങ്കിൽ അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ആദ്യം വരുന്നത് അവരുടെ സൈറ്റാണ് വരുന്നത്. ഈ കുളം കണ്ടോ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് 125 രൂപ മുടക്കി നമുക്ക് കാർഡ് ഉപയോഗിച്ച്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കയറ്റി വിടും. ഈ തെള്ളിനകത്തൊന്നും, തിക്കിനകത്തും തെള്ളിനകത്തും നിന്ന് നമുക്ക് സമയം കളയേണ്ട ആവശ്യം വരുന്നതേ ഇല്ല. കണ്ടോ, അടിപൊളിയല്ലേ. രാത്രിയിലൊക്കെ അവിടെയാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പുഷ്പം കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പോയി കാണാം. ഇവിടെ തന്നെ ധാരാളം ഷോപ്പിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പല ഫോട്ടോ ഫ്രെയിമുകളും സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ട്, അത് ഒറിജിനൽ പൂ കൊണ്ടുണ്ടാക്കിയ ഫോട്ടോ ഫ്രെയിംസാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒട്ടുമിക്ക എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ദേ അവിടെയും വെച്ചിട്ടുണ്ട്. നല്ലൊരു മരമാണ്, നല്ല തണലാണ്. ഓക്കെ, നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഊട്ടിയിലത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാലാവസ്ഥയാണ്. ചൂട് ഇല്ല താനും, എന്നാൽ മഞ്ഞ് ഉണ്ട് താനും. കാണുന്നത് ഒറിജിനൽ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇതിന് മുമ്പിൽ നമുക്ക് ഇതുപോലെ നിന്നിട്ട് ഫോട്ടോസും സെൽഫീസും ഒക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അത് അത്രയ്ക്ക് നന്നായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഊഞ്ഞാലി കട്ടിൽ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് മുകളിലേക്ക് കയറി. ഇപ്പം അവിടെ ഒരുപാട് ഇതുപോലുള്ള പൂക്കളാലുള്ള ഫ്രെയിമുകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. പുഷ്പം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കണ്ണാടിയാണ് കേട്ടോ. അത് കൊട്ടാരത്തിലാണ്. അതേ ബാക്കി മറന്ന് ഊരി വെച്ച ആഭരണങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയേ, ഇതൊരു ചെറിയൊരു കുളമാണ് കേട്ടോ. ആമ്പലാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ട് നോക്കിയേ, ആളുകളൊക്കെ തന്നെ വിശ്രമിക്കുന്ന കാഴ്ച, അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. കുട്ടികളൊക്കെ തന്നെ ബോൾ കളിക്കുന്നുണ്ട് കണ്ടോ. എന്ത് പിള്ളേരെ കളിക്കുന്നത് നോക്കിയാൽ. സമ്മർ വെക്കേഷൻ സത്യം പറഞ്ഞാൽ തീരാറായി. അത് അടിച്ചു പൊളിക്കുകയാണ് നമ്മുടെ ഊട്ടി ഫ്ലവർ ഷോയിലൂടെ എല്ലാവരും തന്നെ. മലയാളികളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു, ആന്ധ്രയിൽ നിന്നുള്ളൊരു, അങ്ങനെ ഒരുപാട് പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഇവിടെ ആട്ടുകട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആട്ടുകട്ടിൽ ഇതിരുന്ന് ആടാൻ കേട്ടോ. ഇരുന്ന് ആടാൻ പറ്റിയ സംഭവമാണ്. ഊട്ടിയിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫുള്ള് പൂക്കളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പണ്ട് നമ്മൾ കണ്ട അതേ ഇന്ത്യ ഇന്നും ഇവിടെയുണ്ട്. ഇത് കൂടാതെ തന്നെ പല വാദ്യോപകരണങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രാജഭരണകാലത്ത് അന്ന് രാജസദസ്സിൽ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളാണ് പുഷ്പം കൊണ്ട്, പൂർണ്ണമായും പുഷ്പം കൊണ്ടുണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടോ. അന്ന് ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ. ഇവിടെ വലിയ ജമന്തി തോട്ടം, അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കാണാനായിട്ട് തന്നെ. ഇനി കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ അങ്ങനെ കയറിപ്പോണം. ഇതാണ് ന്യൂ ഗാർഡൻ. ഇവിടെ ടൈഗറിനെയാണ് പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2 സിംഹങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ എംബ്ലമാണ് കേട്ടോ ഈ കാണുന്നത്.
ചോള രാജാവിനെ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് പുഷ്പത്തിലാണ് കേട്ടോ. അത്രയ്ക്കും നല്ല കാഴ്ച. ഈ കയ്യും എനിക്ക് തോന്നുന്നു തലയും മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാതെ പുഷ്പത്തിലല്ലാതെ ബാക്കി എല്ലാ പുഷ്പങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫ്രെയിമല്ലേ. ഈ വട്ടത്തെ പുഷ്പമേള വെർത്താണ് കേട്ടോ. 127ാമത് പുഷ്പമേള വെർത്തെന്ന് പറഞ്ഞാൽ അന്യായ വെർത്ത് തന്നെയാണ്. 125 രൂപയാണ് ടിക്കറ്റിനാകുന്നെങ്കിലും വെർത്താണ്. ഈ കാണുന്നത് പുഷ്പക വില്ലാണ് കേട്ടോ. കൊലച്ച് വെച്ചേക്കുന്ന ധനു അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് മലയാളത്തിൽ. അപ്പോൾ അതാണ് കാണുന്നത്. രാജകൊട്ടാരത്തിലെ പുഷ്പക വില്ലാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ അപ്പുറത്തും എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഇടയ്ക്കായിട്ട് നല്ലൊരു ഫ്രെയിമാണ്. ഇനി നമുക്ക് മുകളിലോട്ട് കയറണം. അവിടെ എന്താണെന്നും കൂടെ നോക്കിയിട്ട് വരാം. ചെസ്സ് കളിക്കും ചെങ്ങാതിയാണ് ഇവിടെ ഇരിക്കുന്നത്. കൊള്ളാം. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. സമ്മർ വെക്കേഷൻ കളറാക്കാനായിട്ട് തമിഴ്നാട് RTCയുടെ ഒരു പാസ് ഉണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഈ 100 രൂപയാകുന്ന ഈ പാസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നേ ദിവസം, ഇന്ന് 16-ാം തീയതിയാണ് കേട്ടോ, 16-ാം തീയതി വൈകിട്ട് 6-7 മണി വരെ എനിക്ക് തമിഴ്നാട് RTCയുടെ സർക്കിറ്റ് ബസ് എന്ന് പറയുന്നൊരു ബസ്സുണ്ട്. അത് ബോർഡുണ്ട് കേട്ടോ. ആ ബസ്സിൽ എനിക്ക് ഈ ഊട്ടിയിലുള്ള ഇത്രയും സ്പോട്ടുകളിൽ എവിടെ വേണമെങ്കിലും കറങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയും സ്പോട്ടിലേക്ക് ഏകദേശം 25 ബസ്സുകളോളമാണ് സർവീസ് നടക്കുന്നത്. നമുക്ക് കുറഞ്ഞ ചിലവിൽ ഊട്ടി മൊത്തത്തിൽ കറങ്ങാനായിട്ട് ഈ പാസ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറാം. നമ്മളിപ്പം കാണുന്നതാണ് ഇറ്റാലിയൻ ഗാർഡൻ കേട്ടോ. പഴയതുപോലെ തന്നെ ഒരു മാറ്റമില്ല. വാച്ച് ടവർ, മറ്റു കാര്യങ്ങളും പൂക്കളും എല്ലാം തന്നെ അവിടെയുണ്ട്. നമുക്ക് അവിടെ വിശ്രമിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അതെല്ലാം തന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഇതാണ് ഇത്ര മുകളിൽ നിന്നുള്ള കാഴ്ച. വെള്ളം താഴേക്ക് ഒഴുകുന്ന കാഴ്ച. നല്ല തണുപ്പാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല കാലാവസ്ഥ. വെയിൽ നന്നേ കുറവ് ഇല്ലെന്ന് തന്നെ പറയാം. പണ്ടും നല്ല രീതിയിൽ പൂക്കളുണ്ട്. ഇന്നും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഒരുപാട് പൂക്കൾ നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ പോകാം, ഇങ്ങനെ കറങ്ങി വരാം. ഇവിടെയും സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നമ്മൾ ഇപ്പം പോകുന്നത് ഇതുവഴി പോകുന്നില്ല, മേളിൽ കൂടെ വാച്ച് ടവറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ പോകുന്നത് വാച്ച് ടവറിലേക്കാണ്. താഴേന്ന് കണ്ട ആ ടവറാണ് വാച്ച് ടവറാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. നോക്കിയേ, ഇറ്റാലിയൻ ഗാർഡനും അതുപോലെ തന്നെ ന്യൂ ഗാർഡനും ഒക്കെ തന്നെ നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. വാച്ച് ടവറിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതുവഴി നമുക്ക് താഴോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതുവഴി പോയി കഴിഞ്ഞാൽ ധാരാളം മരങ്ങളൊക്കെ, വലിയ വലിയ മരങ്ങളൊക്കെ തന്നെ കണ്ട് പോകാനായിട്ട് സാധിക്കും. എന്ത് തണലാണെന്നറിയാം. ഇവിടെയൊക്കെ വന്ന് മൈൻഡൊക്കെ ഫ്രഷ് ആകാനായിട്ട്, ഇരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഇതെന്ന് പറയുന്നത്. ഈ മരങ്ങളൊക്കെ തന്നെ എന്ത് വലിയ മരങ്ങളാണെന്നറിയാം. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നോക്കിയേ, അവിടെ മുകളിലോട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ ഉണ്ട്. ഫോറസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയേ എന്ത് മരങ്ങളാണ് നിൽക്കുന്നത് നോക്കി, അതും വലിയ വലിയ മരങ്ങൾ. ആകാശത്തോട്ട് നോക്കിയേ, മേഘം മഴയായി പെയ്യുന്നതും കാത്ത് ഞാൻ നിൽക്കുന്നൊരു കാഴ്ച. എനിക്കത് മഴ പെയ്യുമെന്ന് ഞാൻ ഇച്ചിരി സാഹിത്യമായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ജെൻസിനും ലേഡീസിനും ടോയ്ലറ്റും അതും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു കാര്യം കൂടെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലും ഉണ്ട്. ഇത് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ്. മേഘങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യാനായിട്ടുള്ളൊരു സാധ്യതയാണോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ തന്നെയാണെന്ന്. കോടമഞ്ഞിറങ്ങി കേട്ടോ. എൻ്റെ മോനെ, ഊട്ടി വന്നിട്ട് കോടമഞ്ഞ് കിട്ടി. കോടമഞ്ഞിറങ്ങിയ കാഴ്ച. മോനെ നോക്കിക്കേ, മഞ്ഞ് പോകുന്നുണ്ടോ? അടിപൊളി അല്ലേ? ഞാനിത് മഴ പെയ്യാനായിട്ട് കാർ മേഘങ്ങൾ കൂടി നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെ മഞ്ഞാണ് ഇറങ്ങിയത്. അത്രയ്ക്ക് അടിപൊളി. നോക്കിക്കേ, മനോഹരമായ ദൃശ്യം അല്ലേ?
മൊത്തത്തിൽ മഞ്ഞ് മയം എന്നല്ലാതെ ഒന്നും തന്നെ പറയാനായിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി കാഴ്ച, നല്ല തണുപ്പ്, നല്ലൊരു ആംബിയൻസ്. ഒരു ചായയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ദേ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടെയെങ്കിലും കയറി നിൽക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ നനഞ്ഞു പോകും. അതുപോലെ തന്നെ ഇരുട്ട് ആയി തുടങ്ങി. സമയം ഏകദേശം 12 മണിയോളം ആയതേ ഉള്ളൂ. ഇവിടെ ഇരുട്ടിയും തുടങ്ങിയിട്ടുണ്ട്. താഴെയാണെങ്കിൽ 11:55 ആയതേ ഉള്ളൂ. താഴെയാണെങ്കിൽ സംഗീത സദസ്സ് നടക്കുകയാണ്. ചെറിയൊരു പോണ്ട്സ് നമ്മളിവിടെ കാണുന്നുണ്ട്, പോണ്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കഫേയാണ്, ചായയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വിട്ട് അതൊക്കെ വാങ്ങി കുടിക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഇരുണ്ട് 12 മണി ആയപ്പോഴത്തേലും ഊട്ടിലെ കാലാവസ്ഥ ഇതാണ്. നോക്കിക്കേ, അത്രയ്ക്ക് തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, ഇല്ലെന്നല്ല, തണുപ്പ് രാവിലെ വന്നപ്പോൾ ഉള്ള തണുപ്പ് എങ്ങനെയാണോ ആ തണുപ്പാണ് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 127ാമത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടക്കുന്ന ഫ്ലവർ ഷോ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സ്റ്റാലിനാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാട്ടിലും അടിപൊളി ഫ്ലവർ ഷോ ആണ് ഈ പ്രാവശ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. ഞാനിപ്പോൾ ഈ കഫേ ഇരുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. അത് നോക്കിക്കേ, ഫുള്ള് ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഓരോന്നൊക്കെ വാങ്ങാനായി, കുക്കീസും ജ്യൂസും അതുപോലെ തന്നെ ഐസ്ക്രീംസും ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും. ഈ തണുപ്പത്ത് ഐസ്ക്രീമൊക്കെ ബെസ്റ്റായിരിക്കും. 20 രൂപയാണ് ഒരു ചായക്കാവുന്നത്. മഴ പെയ്ത് ചായ വാങ്ങിയപ്പോഴത്തേനും മഴ പെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ടോ, ഒരു ചായ വാങ്ങിയപ്പോഴത്തേനും മഴ പെയ്തായിരുന്നു. പക്ഷെ മഞ്ഞ് വേണമായിരുന്നു, അതായിരുന്നു അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ഈ മരത്തിൻ്റെ തണലിലാണ് ഞങ്ങളെല്ലാവരും തന്നെ നിൽക്കുന്നത്. കണ്ട, വെള്ളം വീഴുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും അത്രയ്ക്ക് വീഴുന്നില്ല. മഴ തോരുന്ന ലക്ഷണമില്ല കേട്ടോ. ഇത് കണ്ടോ, മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് എവിടെയെങ്കിലും കയറി നിൽക്കണം. നമ്മൾ കയറി ഇന്ന് മൊത്തത്തിൽ നനഞ്ഞ് നാശമായി പോയി. അപ്പോഴേ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കയറിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇനി അവിടെ കയറിയിട്ട് കാര്യമില്ല, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റിയ നല്ലതായിരിക്കും കേട്ടോ. മഴയാണെങ്കിൽ പോലും അതിനെ അവഗണിച്ചിട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതേ നോക്കിക്കുക, ഇത് 100ാമത് ഫ്ലവർ ഷോ, ഊട്ടി ഫ്ലവർ ഷോ ഉദ്ഘാടനം ചെയ്തത് ജയലളിതയാണ് കേട്ടോ. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആണ് ഈ സ്തൂപ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. അപ്പോഴേ ഇവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോഴേ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല ഹെവി മഴയായിരുന്നു. ഏകദേശം ഒരു 1.25 മണിക്കൂറോളം നീണ്ടിരിക്കുന്ന മഴ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ടുപോകും. അപ്പോഴും നമ്മളിവിടുന്ന് ഇറങ്ങിയാണ്. ഇതൊക്കെയാണ് 127ാമത് ഊട്ടി ഫ്ലവർ ഷോയിലെ കാഴ്ചകൾ. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഇച്ചിരൂടെ നല്ല ദൃശ്യാനുഭവം നമുക്ക് ലഭിച്ചേനെ. ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാമുകളൊക്കെ തന്നെ നടക്കുന്നത് കേട്ടോ. എന്തൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പഴയ ഫയർഫോഴ്സ് ഇങ്ങനെയായിരുന്നു അല്ലേ. ഇത് കണ്ടോ, 2 ആർച്ച്. നമ്മുടെ പണ്ട് കാലം മുതലേ ഇതിവിടെ ഇങ്ങനെയുണ്ട്. നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാവരും തന്നെ വരുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പോഴേ 127ാമത് ഫ്ലവർ ഷോ നമ്മുടെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ കണ്ട് നമ്മൾ ഇറങ്ങിയാണ്. ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും ഊട്ടി ഫ്ലവർ ഷോ ഇവിടെ നടക്കാറുള്ളത്. അപ്പോഴേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈറ്റൊക്കെ ഇടാനായിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. രാത്രിയിൽ നല്ല കാഴ്ചയായിരിക്കും. ഇനി അധികം വൈകിപ്പിക്കുന്നില്ല. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മളിവിടുന്ന് ഇറങ്ങിയാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.